ആ ജയമോനെ കട്ടായി പോയോ? ഓ ചാർലി സാറാ സാറേ കേൾക്കാം. കട്ടായി പോയായിരുന്നോ? ഹോൾഡ് ചെയ്തു സാർ അവിടെ. ആണോ? അറിയാതെ പറ്റിയതാ. ഞാൻ സുമേഷ് എൻ്റെ അടുത്തുണ്ട്. മീറ്റിങ്ങിലോട്ടൊന്ന് കയറി. ഒരു മിനിറ്റ്. ഹലോ ജയമോനെ, കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും ഇന്ന് കമ്മിറ്റി ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം എത്തിച്ച് നിർത്തിയിട്ടുണ്ട്. ബാക്കി തുടങ്ങിയ സംസാരിച്ചില്ലായിരുന്നോ? ഞാനൊരു കാര്യം, സുമേഷ്, ഞാൻ വണ്ടി ഓടിക്കുവാണ്. ഞാൻ വണ്ടി പൊതുക്കി ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എന്നാ ഒരു 10 മിനിറ്റ്. ഞാൻ വണ്ടി പത്തനാടാണ് കിടക്കുന്നത്. ഞാൻ ഒതുക്കി അങ്ങോട്ട് വിളിക്കും. അപ്പൊ എന്നെ രാത്രിയിലെങ്ങനെ വിളിക്കും? ഓക്കെ. തിരക്കായിരുന്നോ? ഞാൻ രാവിലെ എല്ലാം മീറ്റിങ്ങുകളുണ്ടായിരുന്നു. അത് ഇതെല്ലാം പരിപാടികളെ. ഇന്ന് കോടതി ഇല്ലായിരിക്കും അല്ലേ? കോടതി അവധിയാ, പകുതിക്ക് അവധിയാ. ഞാൻ എങ്ങനെയാ കാര്യങ്ങൾ എന്നാ പറഞ്ഞേ? കാൺസാറിനെ എത്തിയത് എന്ത് എന്നാ പറഞ്ഞു? ഞാൻ അവിടെ എല്ലാവരും കേട്ടു. ഞാൻ ഇറങ്ങി പോകുന്നു. ഞാൻ നേരത്തെ ജോസിയാട്ടിനെ ജോട്ടിനെ എല്ലാം കൂടെ ഞങ്ങളുമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ കഴിയുമ്പോൾ വന്നായിരുന്നു. അത് പുറകെ ഞങ്ങളെല്ലാവരും വന്നായിരുന്നു. വണ്ടിയാണോ? സംസാരിച്ചിരുന്നേ എല്ലാവരും ഞാൻ സംസാരിച്ചായിരുന്നേ എല്ലാവരും ഉണ്ടായിരുന്നേ. ഏതാ ചെയ്യുന്നേ? വൈകിട്ടെങ്ങാനും ഒന്ന് വാ, അല്ലെ വിളിക്കാം. വൈകിട്ടെങ്ങാനും ഒന്ന് വാ, അല്ലെ വിളിക്കാം. എന്നാ പറഞ്ഞത്? പണി കാണത്തില്ല. ജോസിയേട്ടനാ. അതിനകത്ത് ഞങ്ങളൊന്നും കൂട്ട് നിൽക്കത്തില്ല. അങ്ങനത്തെ പരിപാടിയാണ്. പരിപാടി നടക്കത്തില്ല ഇവിടെ എന്നും പറഞ്ഞ് പുള്ളി അങ്ങ് ചൂടാവുക. ഈ ഇതിനകത്ത് നിങ്ങളതിന് ജോസിയാറിനും ബേച്ചാറിനോട് 2 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടോ ഇടയ്ക്ക്? അതെന്നാ പണ്ട് അന്ന് തന്നെ തിരികെ തന്നല്ലോ അല്ലേ? പണ്ടത്തെ കേസല്ലേ? അത് അന്ന് തന്നെ തിരിച്ചു തന്നായല്ലോ. മാനസാറിന്റെ വീട്ടിൽ ഞാൻ ഇക്കാര്യം സംസാരിച്ചു. ഞങ്ങളെല്ലാവരും ജോസിയേട്ടനാ പറഞ്ഞു. ജോസിയേട്ടൻ നിങ്ങളെല്ലാം ചെയ്തോളാൻ ആണ് ജോസിയേട്ടൻ പറഞ്ഞത്. ജോസിയേട്ടൻ്റെ അല്ല, നിങ്ങളെല്ലാം ബാക്കി എല്ലാവരും പറഞ്ഞ് ചെയ്തോളാം. പിന്നെ ഇനി അവിടുത്തെ പോലെ പ്രശ്നമാവുമോ? ഞാൻ പറഞ്ഞത് പ്രശ്നമായാൽ എല്ലാവരും തന്നെ പോയി. എല്ലാവരും തന്നെ പ്രശ്നമാവുമോ എന്നുള്ളതാണ് ജോസിയേട്ടൻ ചോദിച്ചത്. ഞാനെല്ലാവരും ചെയ്യുമ്പോൾ പറഞ്ഞോ ഇടക്കിയല്ലേ ഓളയാന്ന് പറഞ്ഞാൽ ജോസിയേട്ടൻ പറയുന്നത്. നമുക്കല്ല കാര്യം കാണി നമുക്കല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ അഭിമാനമല്ല കാര്യം നടക്കേണ്ടത് ചെയ്യട്ടെ. അല്ലാതെ എന്നാ ചെയ്യുന്നത് ഞാൻ അതിന്റെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇത് ചെയ്യാം. ബാക്കി കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കും. പിന്നെയുള്ള ഒരു 8ാം വ്യക്തിയെ മുന്നോട്ട് പോകും. അപ്പൊ ഇന്നത്തെ അഞ്ചെണ്ണി എന്നുള്ളത് മാറ്റും നമ്മളത്. അത് മാറ്റിയൊരു 15 വർഷത്തേക്കൊക്കെ ഞങ്ങൾ അതൊക്കെ മാറും. അതെന്തായാലും സംഗീതം മതിയായിരിക്കും. ഹലോ അതിനെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ വല്ല ഇന്നലെ ഞാൻ വിളിച്ചാൽ നമ്മളെ സുമേഷിനെ വിളിച്ചത്. അപ്പോൾ ഇന്ന് എറണാകുളം പോകുന്നു പറഞ്ഞു. ഞാൻ എപ്പോഴാണ് ഇറങ്ങുന്നത്? ഇന്ന് സുമേഷേ ഇന്ന് എറണാകുളം പോകുന്നു പറഞ്ഞു. ഞാൻ രാവിലെ ഇറങ്ങാൻ മതി. അപ്പം
ആ കുഴപ്പമില്ല. ഇന്ന് വൈകുന്നേരം ഇത് തീരുമാനം, അന്തിമ തീരുമാനം ഇന്ന് നടക്കും കേട്ടോ. ഞാൻ പറഞ്ഞ വാക്കിനൊരു മാറ്റമില്ല. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വേറെ ആളുണ്ട്, വേവിച്ചന്റെ നമ്മുടെ പഴക്കെ വേവിച്ചാട്ടിന്റെ മാളുണ്ട് കേട്ടോ. അല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് പറഞ്ഞ കാര്യം ഞാൻ കറക്റ്റായിട്ട് തരുന്നത്. അല്ല, അത് പറഞ്ഞൊരു കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ 6 പേരുണ്ട് അവിടെ. ബോർഡിൽ മാർക്കിടുന്ന ഞങ്ങൾ 6, 3, 9 പേര് ഞാൻ ഇരുന്ന് മാർക്ക് കയറും. ഏതാ? അല്ലെന്നേ, ഇന്റർവ്യൂവിന് 6 പേർക്ക് മാർക്ക് ഇടുന്നുണ്ട്. എഴുത്ത് പരീക്ഷയൊക്കെ ഇറക്കുമായിരിക്കും, പക്ഷേ ഇന്റർവ്യൂവിന്റെ മാർക്കുണ്ട് 20 മാർക്ക്. അല്ലെന്ന് എന്റെ സാധനം ഞാൻ ഇതിന് റെഡിയാണ്. ഞാൻ ഈ സാധനം ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയച്ചു തോന്നി. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് മാനസാറ് കൊണ്ട് വീട്ടിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് ലാസ്റ്റ് തീരുമാനം. അതിനകത്ത് ഒരു മാറ്റമില്ല. അതിനകത്ത് വെച്ച് ഞങ്ങൾ മാറ്റും. അതിനകത്ത് വെച്ച് ഞങ്ങൾ മാറ്റി അവിടെ വെച്ച് തന്നെ ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് പുറത്തേക്ക് പോകുള്ളൂ. അല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം ഓക്കെയാ. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം 8 മണിക്ക് മുമ്പ് കാണണം. 8 മണിക്ക് മുമ്പ് കണ്ടില്ലെങ്കിൽ കാര്യം നോക്കിയാ ഞാൻ വിളിച്ചിട്ട് വന്നോളാം. ഞാനേ വിളിച്ചിട്ട് വന്നോളാം. ഞാൻ ഞങ്ങൾ 7 പേരുണ്ട്. 7 ഏത്തോടുണ്ട്. ഞാൻ മുമ്പ് എന്റെ പോലെ സുമേഷിനെ വിളിച്ചു. ഈ കാശ് ഒന്ന് റെഡി ആയിക്കോണെങ്കിൽ സുമേഷിനെ വിളിക്കാൻ. സുമേഷ് കോടതിയിലാന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് രാവിലെ വിളിച്ചെന്നേ. ഞാൻ കുഴപ്പമില്ലേ, വൈകുന്നേരം മതി. 8 മണിക്ക് മുമ്പ് കാണണം. പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാം ഞങ്ങളുണ്ട് ഇവിടെ, എല്ലാവരും കൂടെയാ. അത് മാത്രം ഇലക്ഷൻ വരുക, മെയിൻ ഇലക്ഷൻ വരുക. അതിനു വേണ്ടിയാണ് നമ്മൾ. അപ്പം 8 മണിക്ക് മുമ്പ് വന്നാൽ 8 മണിക്ക് മനസ്സാറിന് മുമ്പ് ഞങ്ങൾ 7 മണിയാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വന്നേക്കാം. 7 മണിക്ക് ഞാൻ വിളിച്ചാൽ ഞാൻ വന്നോളാം അവിടെ. ഓക്കെ. ഞാൻ ചെയ്യുവാനാ. രാവിലെ ഭയങ്കര തിരക്കാണോ? പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആ കേസ് സുമേഷിനെ ഏൽപ്പിച്ചാൽ മതിയല്ലോ അല്ലേ? എല്ലാം സുമേഷാണ് നമ്മുടെ. ഞാൻ 6 പേര് ഒറ്റക്കെട്ടാ. നീ ഒന്നും പേടിക്കണ്ട, കാര്യങ്ങളാണ്. ഈ സണ്ണിക്കുട്ടി എന്നാ പറയാ? സണ്ണിക്കുട്ടി കാശിന്റെ കാര്യം സമ്മതിക്കുവോ? സണ്ണിക്കുട്ടിക്ക് ഒരു വിഷയമില്ല. ഞാൻ ഞങ്ങൾ ഇന്നോളം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയോട് ഞാൻ സംസാരിക്കത്തില്ല കാശിന്റെ കാര്യമൊന്നേ. ഒന്നും വേണ്ട, നീ ആരോട് സംസാരിക്കണ്ടേ? ഞങ്ങൾ എത്തുന്നില്ലേ? ഈ പുള്ളി അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രസിഡന്റ് ഭയങ്കര ചൂടില്ല. അല്ല, പുള്ളിയോട് വില നോക്കണ്ട. പുള്ളിയൊക്കെ നേരത്തെ നിങ്ങൾ 1 ലക്ഷം മേടിച്ചായിരുന്നു. നിന്നോട് അവരിയോട് പ്രസിഡന്റ് ഡെയ്ലിയുടെ 1 ലക്ഷം മേടിച്ചില്ലായിരുന്നോ? അത് JR ഓഫീസിൽ മറ്റേ പോസ്റ്റ് ശരിയാക്കാൻ വേണ്ടി. JR ഓഫീസ് അമ്മായിരത്തിലാണ്. JR ഓഫീസ് അടിമതി കൈപ്പിൽ വയ്ക്കുന്ന കാര്യമാണ്. അത് തിരിച്ചു തന്നായിരുന്നു അന്നേരം. അതൊക്കെ ഞാൻ പറഞ്ഞു. പുല്ലന്താനിയോട് മേടിച്ച് തിരിച്ചു തന്നു. പുല്ലന്താനി അതാരാ? കുഴപ്പമില്ല. 3-ാം തീയതി കേട്ടോ. 3-ാം തീയതി 4 മണിയാവും. 4 മണിക്ക് 4-ാം തീയതി റാങ്ക് ലിസ്റ്റ് ഞങ്ങൾ ഇടും. എല്ലാ പ്രാവശ്യത്തെ പോലെ പരിപാടിയൊന്നുമില്ല. 3-ാം തീയതി 5 രൂപ. 4-ാം തീയതി മനസ്സാറിന് 3-ാം തീയതി 5 രൂപ. ഞാൻ ഇപ്പൊ 4 മണിയാകുമ്പോൾ എത്തിക്കണോ? 4 മണിയാകുമ്പോൾ സുമേഷിനെ എത്തിച്ചാൽ മതി. മൊത്തത്തിൽ ഇതിന്റെ ചേട്ടാ 10 അങ്ങനെ ഒപ്പിക്കുന്നുള്ള ഞാൻ പേടിച്ചോണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഈ 10 എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവോ? എന്തോ ഈ 10 രൂപയ്ക്കകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് വെച്ചാൽ 10 നമുക്ക് ചെയ്യാം. പക്ഷേ അത് സംസാരിക്കണം, അവരുമായിട്ട് സംസാരിക്കണം. അതാ ഞാൻ ഈ സണ്ണിക്കുട്ടിയോട് നിങ്ങൾ രണ്ടോട് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ചാർലി സാറിനോട് അത്ര അവരോടൊന്നും സംസാരിക്കണ്ട. സണ്ണിക്കുട്ടി ഒന്നും ഇതിനകത്ത് ക്യാഷ് കാര്യം. ഞങ്ങൾ എന്നാ ചെയ്യും, 1 ലക്ഷം വരാൻ പോയി. 1 ലക്ഷം ചിലപ്പോൾ തന്നെ മെസ്സേജ് വരും. മനസ്സിലായോ? നാളത്തെ മെയിൻ ഇലക്ഷനാണ്. ഇതൊന്നും പല കാര്യങ്ങളൊന്നും നടക്കാതെ. അപ്പം ഈ ബാക്കി എങ്ങനെയാ സംസാരിക്കേണ്ടത്? ബാക്കി എങ്ങനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണം? എന്തോ മൊത്തത്തിനകത്ത് ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് തരണം. 10 എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് ചേട്ടാ. ഞാൻ ഈ ഒരു 5 ദിവസത്തിന് ജയിലിക്കുളത്തെ ആവുന്നതുകൊണ്ട് കോൺഗ്രസ്സുകാർ മേടിച്ചാൽ തിരിച്ചു പോയല്ലോ. അത് സുമേഷോട് സംസാരിച്ചു. ഏക്കാ ഇനി 5-ാം തീയതി വരില്ല, 3-ാം തീയതി സംസാരിക്കാം. 3-ാം തീയതി അപ്പം ഞാൻ വൈകിട്ട് 5 സുമേഷിനെ കൊടുക്കും ഉത്തരവാദിത്തോടെ. തിരക്കാണോ? അല്ല, പറഞ്ഞോ. ഞാൻ വിളിച്ചാൽ അറിയോ എന്താ വിളിച്ചത്? നമ്മൾ ഒത്തിരി ഓടിയിട്ട് ഈ സാമാനം ഒന്ന് ഒപ്പിക്കാൻ വേണ്ടി എന്നാ ചെയ്യേണ്ടത് ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ 24,000 നിങ്ങളുടെ അവിടെ നിന്ന് ട്രാൻസ്ഫർ തരാമെന്ന് ഇപ്പം ഇങ്ങോട്ട് ഫെഡറൽ ബാങ്കിലോ ജില്ലാ ബാങ്കിലോ ട്രാൻസ്ഫർ തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം എന്നാ ചെയ്യേണ്ടത് ഞാൻ ചോദിക്കാം. എന്നാ ചെയ്യേണ്ടത് ഞാനിപ്പം?
അത് നിങ്ങൾ രാവിലെ വാ, ഞാൻ ചോദിച്ചിട്ട് പറയാം. നിങ്ങൾ രാവിലെ അങ്ങനെ വാ. വീട്ടിൽ കാണുമോ? ആ, എപ്പം കാണും? ഞാൻ സ്കൂളിൽ പോകാൻ വരുന്ന വഴിക്കങ്ങ് വന്നാൽ മതി ഒന്ന്. ഞാനൊരു 9:00 ആകുമ്പോൾ ഞാൻ പോവും. ഞാൻ എറണാകുളം പോവും. രാവിലെ പോകല്ലേ? ഞാൻ ഒരു 8:00 8:45 വന്നോളാം അവിടെ. ആയിക്കോട്ടെ.